മല്ലികാമേ, ഈ അമ്മ സംഘടനയിൽ ഒരു മെമ്മറി കാർഡ് വിവാദം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മല്ലികാമ്മ അത് അറിഞ്ഞു കാണും. ഈ മെമ്മറി കാർഡ് വിവാദത്തിൽ ഏറ്റവും കൂടുതൽ എതിർ സ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയരായിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ആ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സമിതി വേണമെന്ന് കഴിഞ്ഞ ഈ അടുത്ത് പുതിയതായി ചേർന്ന അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. അതിൽ മല്ലികാ സുകുമാരനും ജഗദീഷും ദേവനും വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് കമ്മിറ്റിയിൽ തന്നെ ഒരു ആരോപണം വന്നു. മല്ലികാ സുകുമാരൻ ലൂസ് ടോക്കറാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. മറ്റ് രണ്ടുപേർ ഏറ്റവും പ്രധാനമായി ഈ മാധ്യമങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരും വേണ്ട എന്നുള്ളൊരു കാര്യം വന്നു. മല്ലികാ സുകുമാരന് ലൂസ് ടോക്കർ എന്നാണ് അതിൽ നിന്ന് വന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. എന്താണ് മല്ലികാമ്മയ്ക്ക് പറയാനുള്ളത്? ഞാനത് ഇതേ കണ്ട് രാത്രി കഴിച്ചാൽ അതത്തെ കാര്യമാക്കില്ല. കാരണം ഈ ലൂസ് ടോക്കർ എന്ന് എന്നോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞോന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത് ശ്വേത പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്വേത കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. പിന്നെ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ സഞ്ജീവ് നോക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ആണായാലും പെണ്ണായാലും. ഇവർക്കൊക്കെ ഇമാതിരി സംസാരങ്ങളെ കുറിച്ച് അത് എന്റെ ആധികാരികമായിട്ട് എന്റെ അറിവ് കൊണ്ട് പറയുന്നതെന്നൊക്കെ പറഞ്ഞതിരിക്കും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞു ഞാൻ കേട്ട ഒരാള് ഇലക്ഷന്റെ തലേ ദിവസം കരഞ്ഞുകൊണ്ടാണ് എന്നെ ഫോണിൽ വിളിച്ചത്. എനിക്ക് ചേച്ചിയെ വന്ന് കാണണം, ചേച്ചിയുടെ കൈ പിടിച്ച് ഒന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല കഴിവുള്ള മിടുക്കര കുട്ടികൾ, നിങ്ങളെ ഇപ്പോ ലൂസ് ടോക്കർ എന്ന് ഉദ്ദേശിച്ചതിന്റെ അതിന്റെ ഒരു വിവരണം ഞാൻ പറയാം. ഞാനിപ്പോ ആ കമ്മിറ്റി ഞാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. ഞാൻ ആ കമ്മിറ്റി ചെന്നിരുന്നാൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും വേണ്ടി മറച്ചു വെച്ചിട്ട് ഇനി ഒരു തരത്തിൽ സംസാരിക്കാൻ മല്ലികാ സുകുമാരനെ കിട്ടത്തില്ലെന്നുള്ളത് ടോപ്പ് ടു ബോട്ടം എല്ലാവർക്കും അറിയാം. ഇതാണ് ഇത്രയും കാലമായിട്ട് നമ്മൾ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 120ാമത്തെ എങ്ങാണ്ട് മെമ്പറാണ് ഞാൻ. ആദ്യത്തെ ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഞാൻ ഇരുന്നിട്ടില്ലല്ലോ, ഇത് ഞാൻ വിളിച്ചിട്ടുമില്ല. അല്ല, ഓഫ് കോഴ്സ് അതിനെക്കാട്ടി മിടുക്കരാണ് അവരിരുന്നവരൊക്കെ. അപ്പോ എന്തായിരിക്കും കാരണം? ശരി, അല്ലെ, എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല എന്നാരും പറയില്ല. ചേച്ചി ലോകം കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീയാന്ന് പറയില്ല. അല്ലെങ്കിൽ പോട്ടെ, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആധികാരികമായിട്ടൊരു 2 വാചകമെങ്കിലും പറയാനറിയാം എന്നൊക്കെ അറിയാം. പക്ഷെ അതല്ല കാര്യം. ചിലപ്പോ ചില സംഘടനകളിൽ ഇരിക്കുമ്പോ അതാണ് അമ്മയിൽ പറ്റിയ കുഴപ്പവും. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ആരോ പറഞ്ഞു മല്ലിക ചേച്ചി രൂക്ഷമായിട്ട് ബാബുരാജിനെ വിമർശിച്ചു. ഇല്ല, ഞാനാണ് ഏറ്റവും മാന്യമായ ഭാഷയിൽ പറഞ്ഞത്. കാരണം അത് സത്യം. കാരണം വെച്ചാൽ എല്ലാവരും ധാർമ്മികത ഏറ്റെടുത്തോണ്ട് മാറുമ്പോ ഒരാൾ മാറാതെ നിൽക്കുമ്പോ ആ ബാബുരാജിനെ സംശയിക്കും. ശരി, മോഹൻലാൽ വരെ ഇറങ്ങി, എല്ലാരും പോയി, എന്താ ഇയാൾക്കെന്താ പോകാൻ മടി, ഇയാൾക്ക് എന്തോ എന്നാണ് പിന്നീട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, അത് വേണ്ട. നിയമം വെച്ച സ്ഥിതിക്ക് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഇലക്ഷൻ മത്സരിക്കട്ടെ.